ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ആദർശിനെയാണ്. അപ്പോൾ ആദർശിന് ഫുഡ് കൊണ്ട് കൊടുത്തു. അപ്പോൾ കൂടെ കിടന്ന ആൾക്ക് അപ്പോൾ ആദർശ് അയാൾ ഫുഡ് തന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേനും എന്നാൽ ചേട്ടൻ കഴിച്ചോ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആ മനുഷ്യനത് വാങ്ങിയിട്ടോ വളരെ സന്തോഷത്തോടെ. എന്നിട്ട് അത് മണത്ത് നോക്കിയാണ് വാങ്ങിച്ചിട്ട്. എന്നിട്ട് ഇത് നേരെ അടച്ചങ്ങ് വെച്ചു. എന്തു പറ്റി, കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഇത് പണിയായിരുന്നല്ലോ സാറേ. മനസ്സിലായില്ല എന്ന് പറഞ്ഞു ആദർശ്. സാറിനെ പൂട്ടാനേ ഇവന്മാരെ തീരുമാനിച്ച് കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ടേ ഒന്ന് സൂക്ഷിച്ചോ. സാറിന് ഒന്നിട്ടും കാര്യം മനസ്സിലായില്ല അല്ലേ? എൻ്റെ പൊന്ന സാറേ, ഒരുപാട് ക്രിമിനൽ കേസിൽ പ്രതിയാണ് ഞാൻ. പോലീസുകാരുടെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് പറയുക, ഈ ആഹാരത്തിൽ എന്തോ കലർത്തിയിട്ടുണ്ട്. അതിൻ്റെ മണം അതെനിക്ക് അടിച്ചു കേട്ടോ സാറേ. അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. നിങ്ങൾ എന്തൊക്കെയാ പറയണത്? എൻ്റെ പൊന്ന് സാറേ, ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആദർശ് ആകെ ഞെട്ടിപ്പോയി കേട്ടോ. എന്താ സംഭവിക്കുന്നതെന്ന് ആദർശിന് ഒരു പിടുത്തവും കിട്ടിയില്ല. എന്താ? സത്യ സാറേ പറഞ്ഞത്. എൻ്റെ കണക്ക് കൂട്ടൽ ശരിയാണെങ്കിൽ സാറ് ജീവനോടെ കോടതിയിൽ എത്തില്ല. ഇവന്മാരെ എത്തിക്കില്ല, അത് ഉറപ്പാണ് എന്ന് പറഞ്ഞു. സാർ ആരെങ്കിലും വിളിച്ചു പറഞ്ഞ് പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കൂ കേട്ടോ, ഇല്ലെങ്കിൽ പണി പാളൂട്ടോ സാറേ എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഇവന്മാർ സാറിനെ തീർത്തിരിക്കും, ഉറപ്പ്. അപ്പോൾ ആദർശനാകെ വെപ്രാളും പരവേശവും ഒക്കെയായി. ഇനി എന്ത് ചെയ്യും? ജയിലുമായി പോയി ഇനി എന്താ കാണിക്കുക? ആരെയോ ഒന്ന് സഹായത്തിന് വിളിക്കുക. അപ്പോൾ ആദർശ് ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ടാണ്. അപ്പോൾ രാധാമണി എന്തോ ഭയങ്കര ആലോചനയിലാണ്. അപ്പോൾ രാധാമണിയുടെ ശിങ്കിടി അപ്പോൾ അവിടുത്തെ ജോലിക്കാരി അവിടെ നിന്നിങ്ങനെ നോക്കുകയാണ്. കുറേ നേരമായിട്ട് നോക്കി. എന്നിട്ട് രാധാമണിയുടെ അടുത്തേക്ക് വന്നു. എന്താ രാധാമണി കൊച്ചമ്മേ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണത് എന്ന് ചോദിച്ചു. എനിക്ക് ഒരു മനസ്സമാധാനം ഇല്ലടി. മേഡത്തിനെക്കുറിച്ച് വിവരങ്ങളൊന്നും കിട്ടാത്തതിലുള്ള സങ്കടത്തിലാണോ? ഏത് മേഡം? നമ്മുടെ ഗൗരി മേഡം. അവളെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലെങ്കിൽ എനിക്കിപ്പോൾ എന്താ? അല്ല, മേഡത്തിനെ തട്ടിക്കൊണ്ടു പോയവർ ഇതുവരെ വിളിച്ചില്ലല്ലോ, അതാ ചോദിച്ചത്. അവർ വിളിക്കണമെന്നൊന്നും എനിക്ക് ഒരു നിർബന്ധവുമില്ല. ഇനി വിളിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അല്ല കൊച്ചമ്മേ, അവരെന്തായിരിക്കും വിളിക്കാതിരിക്കാം? അതെങ്ങനെ എനിക്കറിയുന്നത്? അല്ല, ഇനിയിപ്പോൾ മേഡത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവുമോ? അതുകൊണ്ടായിരിക്കും അവർ വിളിക്കാത്തത്. നീ ചുമ്മാ വെറുതെ ഓരോന്ന് പറഞ്ഞു മനുഷ്യനെ കൊതിപ്പിക്കല്ലേ കൊച്ചമ്മേ. ഉറപ്പാ മേഡത്തിന് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നിനക്കൊരു കാര്യം അറിയുമോ? അവളെ തട്ടിക്കളഞ്ഞ അവർ ചോദിക്കുന്ന പൈസ ഞാൻ ഈ രാധാമണി തങ്കച്ചി കൊടുത്തേനെ. ലക്ഷണം കണ്ടിട്ട് അങ്ങനെ സംഭവിക്കുമെന്നാണ് മേഡം തോന്നുന്നത്. സാർ എന്താണെങ്കിലും സാധാരണ ഒരാളെ തട്ടിക്കൊണ്ട് പോയാൽ പണം ചോദിച്ച് വിളിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? നീ അവളെ കൊന്നു കാണുന്നു തന്നെയാണോ നീ പറയണത്? അതുറപ്പാ. അല്ലെങ്കിൽ പിന്നെ അവർ വിളിക്കാത്തതിന് കാരണം എന്താ? എൻ്റെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി, അവളെ തട്ടിക്കൊണ്ട് പോയവരെ എങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യണേ എൻ്റെ ഭഗവതി. എൻ്റെ നാക്ക് കരുനാക്കാൻ കൊച്ചമ്മ എന്താണെങ്കിലും പറഞ്ഞ പോലെ തന്നെ ഭരിക്കും. കൊച്ചമ്മ നോക്കിക്കോ, മേഡം തിരിച്ചു വരാൻ പോണില്ല. എന്നാൽ എൻ്റെ മോൻ്റെ ജീവിതം തന്നെ രക്ഷപ്പെട്ടു. അല്ല കൊച്ചമ്മേ, ഗൗരി മേഡത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ശങ്കർ കുഞ്ഞിന് അത് സഹിക്കാൻ പറ്റുമോ? അവൾ ചത്തുപോയാൽ അവനും കൂടെ ചാവാനൊന്നും പറ്റില്ലല്ലോ. അറിയില്ല, കുറച്ച് നാളൊക്കെ വിഷമിച്ച് നടക്കും. പക്ഷെ പിന്നീട് അതൊക്കെ താനെ മാറിക്കോളും. കൊച്ചമ്മ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ മേഡം തിരിച്ചു വന്നില്ലെങ്കിൽ ശങ്കർ കുഞ്ഞിൻ്റെ ജീവിതം രക്ഷപ്പെടുമെന്ന്. അതുകൊണ്ട് കൊച്ചമ്മയോട് ഞാനൊരു വേറൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. ഈ സമയം കൊച്ചമ്മ ബുദ്ധിപരമായിട്ട് പ്രയോഗിച്ചാൽ അതെന്താണെങ്കിലും ഉപയോഗപ്പെടും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? കൊച്ചമ്മേ, മേഡത്തിനെ നഷ്ടപ്പെട്ട വേദനയിൽ ശങ്കർ കുഞ്ഞിൻ്റെ മനസ്സ് ആകെ തകർന്നിരിക്കുക. സത്യമാടി നീ പറഞ്ഞത്. അവൻ്റെ കാര്യം ആകെ കഷ്ടമാണ്. എവിടെയൊക്കെയോ അവളെ കണ്ടുപിടിക്കാൻ വേണ്ടി രാവിലെ തന്നെ ഇവിടുന്ന് പോകും. എന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ട് മനസ്സ് മടുത്ത് തിരിച്ചു വരും. കൊച്ചമ്മേ, ഈ സമയത്ത് ശങ്കർ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ ഒരാൾ വേണ്ടേ? അങ്ങനെ ഒരാൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ ഗംഗക്കുഞ്ഞ്. അതുകൊണ്ട് ശങ്കർ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാനായിട്ട് എന്താണെങ്കിലും ഗംഗക്കുഞ്ഞിന് പറ്റും. അങ്ങനെയാണെങ്കിൽ ശങ്കർ കുഞ്ഞിൻ്റെ ജീവിതവും രക്ഷപ്പെടും. അതുവഴിയാണെങ്കിൽ ഗംഗക്കുഞ്ഞിന് മനസ്സിലും കയറാൻ പറ്റും.
കൊച്ചമ്മേ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ കൊച്ചമ്മയ്ക്ക്? കൊച്ചമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ നല്ല വ്യക്തമായ ഒരു എന്താ പറയുക ഉദ്ദേശം ഉണ്ടെന്ന് എനിക്കറിയാം. രാധാമണി കൊച്ചമ്മയല്ലേ ആള്, പിന്നെ ഞാൻ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേ? നീ പറഞ്ഞത് വളരെ ശരിയാ. എൻ്റെ മനസ്സിൽ വ്യക്തമായ കുറച്ച് പ്ലാനുകളും കണക്ക് കൂട്ടലും ഒക്കെയുണ്ട്. അതിനെ നടപ്പി വരുത്തണമെങ്കിൽ ഒരേ ഒരു കാര്യം സംഭവിക്കണം. എന്ത് കാര്യം കൊച്ചമ്മേ? അവള് ചാകണം, അത് തന്നെ. അവളുടെ മരണ വാർത്ത കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നത്. മനസ്സിലായോ നിനക്ക്? അത് കഴിഞ്ഞിട്ട് ഇവിടെ നടക്കാൻ പോകുന്നെന്ന് നീ കണ്ടോടി. പിന്നത്തെ സംഭവങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഭയങ്കര കണക്ക് കൂട്ടൽ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ രാധാമണി. എന്താ സന്തോഷം, ഭയങ്കര ത്രില്ലിലാണ് ആൾ കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഗൗരീനെയാണ്. അപ്പോൾ ആള് ദേണ്ട അവിടെ ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വേറെ എന്തോ ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് കുറേ നേരം. അപ്പോഴേക്ക് വൃന്ദ അങ്ങോട്ടേക്ക് വരികയാണ്. ഹലോ, ഈ ലോകത്തൊന്നും അല്ലേ? എന്ത് പറ്റി? എന്താ ഈ ചിന്തിച്ചിരിക്കണത്? വൃന്ദ, നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ? എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴത്തേനും എനിക്കൊരു ലാപ്പും അതിൻ്റെ മോഡവും കിട്ടിയാൽ കൊള്ളായിരുന്നു. നെറ്റ് കണക്ഷൻ വേണം. ചേച്ചിക്ക് ഞാൻ ശരിയാക്കി തരാം. വീട്ടിലായിരിക്കുന്നത് എൻ്റെ ലാപ്പും മോഡവും ഒക്കെ അവിടെയുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. എല്ലാം യോഗിനി അമ്മയോട് ചോദിച്ചിട്ട് മതി എന്നും ഗൗരി വേഗം പറഞ്ഞു. അല്ല, അത് പിന്നെ ഈ ലാപ്ടോപ്പും നെറ്റ് കണക്ഷനും ഇപ്പം എന്തിനാ ചേച്ചിക്ക് എന്ന് ചോദിച്ചോ. ഇന്ത്യയിലെ പല ഭാഗത്തും ബാങ്കുകളിൽ നടന്നിട്ടുള്ള സ്കാമിൻ്റെ വിവരങ്ങൾ ശേഖരിക്കണം. പിന്നെ അത് വച്ചിട്ട് ആ കേസുകളുടെ വിവരങ്ങൾ നെറ്റിൽ എന്താണെങ്കിലും ഉണ്ടാവും. അത് വെച്ച് ആദർശേടൻ്റെ കേസിൽ അത് സഹായകമാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അടുത്ത ആഴ്ച വീട്ടിൽ പോവും. അപ്പം ഞാൻ ലാപ്ടോപ്പ് കൊണ്ടുവരാം. ചേച്ചി അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ശരി എന്ന് പറഞ്ഞു. അപ്പോൾ യോഗിനി അമ്മ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ആഹാ, ഗൗരി ഇതുവരെ കിടന്നില്ലേ എന്ന് ചോദിച്ചോ. രാവിലെ നേരത്തെ എണീക്കാനുള്ളതല്ലേ? അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ്. നാളെ മുതൽ നമുക്ക് കളരി തുടങ്ങണ്ടേ? കളരി തുടങ്ങണ്ടേന്നോ? എന്നാ എനിക്ക് മനസ്സിലായില്ല യോഗിനിയമ്മേ. ആഹാ, അപ്പം ശങ്കർ നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. നാളെ മുതൽ നീ കളരി അഭ്യസിച്ച് തുടങ്ങാണ് എന്ന് ചോദിച്ചു. യോഗിനിയമ്മേ, നിൻ്റെ ഈ തടി അത് നമുക്കൊന്ന് കുറച്ചെടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. പിന്നെ നിന്നെ കളരി പഠിപ്പിക്കണമെന്നാണ് അവന് നിർബന്ധം. അതുകൊണ്ട് ഒടുവിൽ ഞാനത് സമ്മതിക്കുകയും ചെയ്തു. അല്ല യോഗിനിയമ്മേ, ഞാൻ നാളെ രാവിലെ പരിശീലനം തുടങ്ങും, മനസ്സിലായോ? അതുകൊണ്ട് അതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. രാവിലെ എഴുന്നേൽക്കണം, വൈകിക്കണ്ട, നീ പോയി കിടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് യോഗിനി അമ്മ നേരെ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പോൾ വൃന്ദയും ആ പുറകിനങ്ങ് പോവാണ്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഗൗരി. ഈ സമയത്ത് നമ്മുടെ ആദർശിനെ പിന്നെ കാണുന്നത്. അപ്പോൾ ആദർശിൻ്റെ സെല്ലിലെ അയാളുടെ കയ്യിലുള്ള ഫോണിൻ്റെ പാർട്സ് എല്ലാം നേരെയാക്കുകയാണ് കേട്ടോ. അപ്പോൾ സാറേ, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് സൂചന തരണേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഫോൺ ഓണാക്കി എന്നിട്ട് ആദർശിൻ്റെ അടുത്തേക്ക് വരികയാണ്. ദാ സാറേ, വിളിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയി വിളിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഈ ഫോണിലിങ്ങനെ നോക്കി സൈഡിലിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം നമ്മുടെ വേണിയാണെങ്കിലോ ആദർശിൻ്റെ ഫോട്ടോയും നോക്കി അയാൾ ദുഃഖിച്ചിരിക്കുകയാണ്. അപ്പോൾ വേണിയുടെ ഫോണിലേക്കാണ് ആദർശ് വിളിക്കുന്നത്. അപ്പോൾ ആദ്യം കോൾ വന്നപ്പോഴത്തേനും ഇതേതാ നമ്പർ, അറിയില്ലാത്ത നമ്പറാണല്ലോ എന്ന് പറഞ്ഞ് വേണി കട്ടാക്കി വിട്ടു. അപ്പോൾ വേഗം തന്നെ എന്തായി സാറേ എന്ന് ചോദിക്കുകയാണ്. അല്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, കട്ടാക്കി വിടുക ചെയ്തത്. ഓ എൻ്റെ പൊന്ന് സാറേ, വേഗം ഒന്നുകൂടി വിളിക്കുക. ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഫോൺ വിളിക്കാൻ പറ്റില്ല കേട്ടോ, ഇവന്മാർ നമ്മളെ പിടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ് വീണ്ടും വേഗം തന്നെ വിളിക്കുകയാണ്. വേണിയും എടുക്ക്, വേണിയും പ്ലീസ് വേണി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞാണ് വിളിക്കുന്നത് കേട്ടോ. വേണിയുടെ ഫോണിലേക്ക് വീണ്ടും വിളിച്ചപ്പോഴത്തേനും ഇതാരാ എന്നറിയാൻ വേണ്ടിയിട്ട് വേണി എടുക്കുകയാണ്. ഹലോ, ഇതാരാ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. വേണി, ഇത് ഞാനാ എന്ന് പറഞ്ഞു. ആദർശേട്ടാ ഇത് എവിടുന്നാണ് നിങ്ങൾ വിളിക്കുന്നത്? ഇത് എന്താ ആദർശേട്ടാ എന്ന് ചോദിച്ചു. വേണി, ഞാൻ പറയുന്നത് കേട്ട്, കൂടുതൽ സംസാരിക്കാനുള്ള സമയമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്ക്. ഇത് എൻ്റെ കൂടെ സെല്ലിലുള്ള ആളുടെ ഫോണാണ്. പോലീസുകാർ അറിയാതെയാണ് ഞാനിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ നിനക്ക്? വേണി, ഞാൻ കൂടുതൽ എന്താണെങ്കിലും കോടതിയിൽ എത്തുമെന്ന് എനിക്ക് അറിയില്ല. ആദർശേട്ടാ എന്തൊക്കെയാണ് പറയണത്? അതേ വേണി, എന്ന് എനിക്ക് തന്ന ആഹാരത്തിൽ ഇന്ന് അവർ വിഷം ചേർത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞെട്ടിത്തരിച്ചു പോയിട്ടോ വേണി. ആദർശേട്ടൻ എന്തീ പറഞ്ഞത് എന്ന് ചോദിച്ചു. സത്യവേണി, എൻ്റെ കൂടെയുള്ള ആൾ അത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അത് ജീവനോടെ ഇരിക്കുന്നത്. എൻ്റെ ഈശ്വര. അപ്പോൾ വേണി ആകെ സ്റ്റക്കായിപ്പോയി. വേണി,
എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം പോലീസുകാർക്ക് മാത്രമായിരിക്കും ആദർശേട്ടാ ഞാൻ എന്ന് പറഞ്ഞു. ഒന്നും പറയാൻ സമയം കിട്ടിയില്ല. അപ്പോഴേക്കും ആദർശ് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ വേണി ആകെ വെപ്രാളം പിടിക്കാൻ തുടങ്ങി. അപ്പോൾ വേണി വേഗം ആലോചിച്ചിട്ട് അപ്പോൾ മഹാദേവൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. മഹാദേവ ഫോൺ എടുത്തു. ഹലോ അച്ഛ വേണിയാട്ടോ എന്ന് പറഞ്ഞു. അച്ഛൻ എന്ന് പറഞ്ഞു ഒരു പുച്ഛം. പിന്നെ അച്ഛനെ വേണിമോളുടെ നമ്പറൊന്നും ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ട് കളഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. അച്ഛ പ്ലീസ് അച്ഛ അതെ എന്നെ ഒന്ന് അച്ഛനൊന്ന് സഹായിക്കച്ഛ എന്ന് പറഞ്ഞു. എന്തുട്ടാ വേണിമോളെ എന്താ കാര്യം എന്ന് ചോദിച്ചു. അച്ഛൻ എങ്ങനെയാ വേണിമോളെ ഇപ്പോൾ സഹായിക്കേണ്ടത്? അച്ഛ പ്ലീസ് അച്ഛ ആദർശേട്ടൻ്റെ കാര്യം കഷ്ടത്തിലച്ഛ. പോലീസുകാർ ആദർശേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അച്ഛനൊന്ന് സഹായിക്കണം. ഇനിയിപ്പോൾ ഈ സമയത്ത് അച്ഛനല്ലാതെ വേറെ ആർക്കും ആദർശേട്ടനെ രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അച്ഛനൊന്ന് സഹായിക്കച്ച പ്ലീസ് അച്ഛ. അച്ഛനെ സഹായിച്ചാൽ ഞങ്ങളെ അല്ലാതെ പിന്നെ ആരും അച്ഛൻ സഹായിക്കുന്നത്? വേണിമോള് നീ അച്ഛൻ്റെ പൊന്നാര വേണിമോള് തന്നെ കേട്ടോ. നിനക്കൊരാവശ്യം വരുമെന്ന് പറഞ്ഞാൽ അത് ഈ അച്ഛനെ മുന്നും പിന്നും നോക്കാണ്ട് ഇറങ്ങുക തന്നെ ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ. പ്രൊഫസർ ശ്യാമപ്രസാദിൻ്റെ മകൾ ആദർശിനെ സഹായിക്കേണ്ട ഗതികേടൊന്നും ഈ ചാരങ്ങാട്ട് മഹാദേവന് ഇല്ലട്ടോ മോളെ. അച്ഛൻ എന്തൊക്കെയാ പറയണത്? അച്ഛൻ അങ്ങനെ പറയില്ലേ അച്ഛാ? എന്തച്ഛാ പറയില്ലെന്നാ നീ പറയണത്? അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. നിനക്കറിയോ ഈ തൃശ്ശൂർ ജയിക്കുമെന്ന് അച്ഛൻ്റെ സ്വപ്നമായിരുന്നു. പക്ഷേങ്കിലുണ്ടല്ലോ ഇത്തവണയെ എല്ലാ ഘടകങ്ങളും അച്ഛന് അനുകൂലമായിട്ട് വരികയും ചെയ്തതാണ്. പക്ഷേ നിൻ്റെ ആദർശമുണ്ടല്ലോ ഒരുത്തൻ കാരണം അച്ഛനിതേ ഇപ്പം തൃശ്ശൂർ പൊട്ടാൻ പോണത് അറിയോ നിനക്ക്? അതുകൊണ്ട് ഇത്രയും നാളത്തെ എൻ്റെ പൊളിറ്റിക്കൽ കരിയറാണ് അവൻ തകർത്ത് തരിപ്പണാക്കി വച്ചിരിക്കുന്നത്. മനസ്സിലായോ നിനക്ക്? അതുകൊണ്ട് അങ്ങനെ ഒരുത്തനെ അച്ഛൻ സഹായിക്കുമെന്ന് എൻ്റെ വേണിമൊക്കെ ഒരു പ്രതീക്ഷയും വേണ്ട കേട്ടോ. അച്ഛൻ സഹായിക്കില്ല അത് തന്നെ എന്ന് പറഞ്ഞു. എന്നിട്ട് മഹാദേവൻ ഫോൺ കട്ട് ചെയ്തു. വേണി ആകെ സങ്കടത്തിലായി. ഇനി എന്ത് ചെയ്യുമെന്ന് വേണിക്ക് ഒരു പിടുത്തവുമില്ല. അവസാനം രണ്ടും കൽപ്പിച്ച് വേണി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഒരു കസേര എടുത്തിട്ട് അങ്ങോട്ട് ഇരിക്കുകയാണ് കേട്ടോ. എന്താ ഇത്, ഇവർ എന്തിനകത്തേക്ക് കയറ്റി വിട്ടത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു ലേഡി കോൺസ്റ്റബിളും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ ഇവരോട് പോകരുതെന്ന് പറഞ്ഞതാ, ഇവർ കേട്ടില്ല എന്ന് പറഞ്ഞു. എന്തിനാ നിങ്ങൾ ഈ സമയത്ത് സ്റ്റേഷനിലേക്ക് വന്നത്? എഴുന്നേക്ക് എന്ന് പറഞ്ഞു. നിങ്ങളോടാ പറഞ്ഞത് പുറത്തേക്ക് പോവാൻ. ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ എന്നോട് നോക്കുകയും വേണ്ട. ആ സെല്ലിൽ കിടക്കുന്നത് എൻ്റെ ഭർത്താവ് ആദർശ, മനസ്സിലായോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ ആ മനുഷ്യനെ എനിക്ക് ജീവനോടെ തന്നെ തിരിച്ചു വേണം. അതിനു വേണ്ടി കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ വേണി ആകെ തകർന്നു. എൻ്റെ ആദർശേട്ടനെ കൊടുത്ത ആഹാരത്തിൽ നിങ്ങൾ വിഷം കലർത്തിയല്ലേ? എന്താ അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു. എൻ്റെ ആദർശേട്ടനെ ജീവനോടെ കോടതിയിലേക്ക് എത്തിക്കില്ല എന്നല്ലേ അതിനർത്ഥം? സമ്മതിക്കില്ല കേട്ടോ ഞാൻ. നിങ്ങളുടെ ഭർത്താവിനെ കൊല്ലാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടുന്ന് പോവാൻ നോക്ക്. ഞാൻ പോവില്ല എന്ന് പറഞ്ഞാൽ പോവില്ല എന്ന് പറഞ്ഞു വേണി. എൻ്റെ ആദർശേട്ടൻ്റെ കാവലായിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, മനസ്സിലായോ? ജീവനോടെ തന്നെ എനിക്ക് എൻ്റെ ആദർശേട്ടനെ കോടതിയിൽ എത്തിക്കണം. അതിനൊരു ഭാര്യയുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പരാതി എഴുതി തരണം, ഞങ്ങൾ അന്വേഷിക്കും. അത് മതി. അല്ലാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. നിങ്ങൾക്ക് എന്തൊട്ടാ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നിങ്ങളതങ്ങോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് വേണി ഇങ്ങനെ ഓരോ ഇരിപ്പാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എഴുന്നേക്ക് എന്ന് പറഞ്ഞ് വേണിയെ പിടിച്ച് വലിക്കുകയാണ്. വനിതാ പോലീസേ, വെറുതെ ബലം പിടിക്കണം കേട്ടോ, ഞാൻ പോവില്ല. അപ്പോൾ എഴുന്നേപ്പിച്ചു. അതെ, എന്നെ വിടാനാ പറഞ്ഞത്. അപ്പോൾ ആദർശാകെ വിഷമിച്ച് നിൽക്കാം. എല്ലാവരോടും ഞാനൊരു കാര്യം പറഞ്ഞേക്കാട്ടോ. എന്നെ ഇവിടെ നിന്നെങ്ങാനും ബലമായിട്ട് പിടിച്ച് പുറത്താക്കിയാൽ ഞാൻ സകല മീഡിയക്കാരെ വിളിക്കും. പിന്നെ ഞാൻ എന്താണെന്നും നിങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ കളി കളിക്കണത്. ചാരങ്ങാട്ട് മഹാദേവൻ്റെ മോളാ, മനസ്സിലായോ നിങ്ങൾക്ക്? കൃഷ്ണവേണി. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേനും വേഗം പോലീസുകാർ കയ്യിൽ നിന്ന് വിട്ടു. കൃഷ്ണവേണി ആദർശ്
ചാരങ്ങാട്ട് മഹാദേവൻ്റെ മോളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ഏത് ധൈര്യമുള്ള പോലീസാണ് ഉള്ളതെന്ന് ഒന്ന് കാണട്ടെ, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വേണി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഇനി മിണ്ടാൻ പറ്റിയല്ലോ, എല്ലാവരും നിൽക്കുകയാണ്. ആദർശേട്ടനെ ഒന്നും കൊണ്ടും ഒരു തേങ്ങയും പേടിക്കണ്ട കേട്ടോ. ദേ ഈ വേണി ഉണ്ടല്ലോ, ആദർശേട്ടൻ്റെ കാവലായിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, ധൈര്യമായിട്ട് അവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. ഒരാളും ഒരു ചുക്കും എന്നെ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിൽക്കുക. ആദർശനും സന്തോഷമൊക്കെ തോന്നി കേട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ ധ്രുവനെയും അതുപോലെ തന്നെ കിരണും ഷാനും നിൽക്കുകയാണ്. അവന്മാർ പേടിച്ചാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നവീൻ ബ്രോ ഇനിയിപ്പോൾ മുങ്ങിയതായിരിക്കുമോ? സാധാരണ എവിടെയെങ്കിലും പോവെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാറുള്ളത്, പക്ഷേ നവീൻ ബ്രോ നൈസായിട്ട് മുങ്ങിന്നാട്ടോ എനിക്ക് തോന്നുന്നത്. നവീൻ ബ്രോ എന്തിനാ അങ്ങനെ ചെയ്യണം? മച്ചാനായിട്ട് പണി തരുന്നതാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ. എൻ്റെ ഷാനെ, നവീൻ ബ്രോയെ സിൻസിയർ കക്ഷിയാ, നീ ഇപ്പം ചിന്തിച്ചില്ലേ? അതുപോലൊന്നും ബ്രോ ചിന്തിക്കില്ല കേട്ടോ. ഇത്ര ചീപ്പൊന്നും അല്ല കേട്ടോ ബ്രോ. എങ്കിൽ അയാൾ എവിടെ എന്ന് ചോദിച്ചു. എടാ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. നിനക്കൊന്നും നവീൻ ബ്രോയെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ടാ. നവീൻ ബ്രോ ഒരു ചീറ്റിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളല്ല മച്ചാനെ. സംഗതി കട്ട സീരിയസ് ആട്ടോ, വെറും സീരിയസ് അല്ല. ദേ നമുക്കിട്ട് എന്തോ ഒരു കിഡു പണി വരുന്നുണ്ട്, അതുറപ്പാ. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ജോജുവും അജിത്തോടെ വരുന്നത്. അയ്യോ പണി വരുന്നുണ്ടെന്നല്ലടാ, വന്ന് കഴിഞ്ഞോ അങ്ങനെ മാറ്റി പറയണം അല്ലടാ ജോജു. ഹൊമ്പോ പണി കിട്ടിയെന്ന് ഉറപ്പായി. നമ്മുടെ അജിത്തും ജോജുവും കൂടെ വരുവാ. നീ ഞങ്ങളുടെ ഏട്ടത്തെ തട്ടിക്കൊണ്ട് പോലെ. അജിത്തേട്ടാ, ഞാൻ പല ഉടായ്പയും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ മനസ്സറിയാത്ത കാര്യം കേട്ടോ. മിണ്ടരുത്, വല്ലാതെ നീ കയറി കൊളുത്തിയല്ലേ. കാര്യങ്ങളൊക്കെ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ വിളമ്പിയാൽ മതി കേട്ടോ. ദേ ചോദിച്ചേട്ടാ, നിങ്ങൾ പോലീസുകാരെ പണിയെടുക്കണ്ട, നിങ്ങൾ വിട്ട് പോകാൻ നോക്കിട്ടോ. അല്ലായിരിക്കും നല്ല 2 പേർക്ക് നല്ലത്. എന്നാൽ പിന്നെ പോലീസിനെ മാത്രമല്ലടാ, പട്ടാളത്തിനും ചിലപ്പോൾ പണി എടുത്തു എന്നിരിക്കും കേട്ടോ. നിന്നെ ഞങ്ങൾ കൊണ്ടുപോവുക തന്നെ ചെയ്യും. എങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്ക് ഡാ ജോജു. അപ്പം നമ്മളിവനെ കൊണ്ടുപോവുക തന്നെയല്ലേടാ എന്ന് ചോദിച്ച് ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും വലിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്ത വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.